നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടമാണ് വീട്ടിലേക്ക്. ഹദീസിൽ കാണാം ഫഫസിഅന്നാസു മിൻ സുറഅതിഹി, നബിയുടെ ധൃതി കണ്ടിട്ട് ജനങ്ങളൊക്കെ പേടിച്ചു പോയി. കാരണം നമസ്കാരം സലാം വീട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് വീട്ടിലേക്ക് ഓടുകയാണ്. ജനങ്ങൾ പേടിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് മനസ്സിലായി അൻ ഖദ് അജിബൂ മിൻ സുറഅതിഹി, നബിയുടെ തിരക്ക് കണ്ടിട്ട് അവർക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടെന്ന് റസൂലുള്ളാഹിക്ക് തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ദക്കർതു ഷൈഅൻ മിൻ തിബിരിൻ ഇൻദി, എൻ്റെ അടുക്കൽ സദഖയുടെ കുറച്ച് സ്വർണ്ണമുള്ളത് എനിക്ക് ഓർമ്മയായി. കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അല്പം ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അല്പം ബാക്കിയുണ്ട്. ഫകരിഹ്തു അൻ യഹ്ബിസനി ഫഅമർതു ബിഖസ്മിഹി, അത് എന്നെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ പോകുന്നതിൽ നിന്ന് പിടിച്ചു വെക്കുമോ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതുകൂടി കൊടുക്കാൻ വേണ്ടി ഞാൻ ഏർപ്പാടാക്കിയിട്ട് വരികയാണ്. നോക്കൂ, അസർ നമസ്കരിച്ച് സലാം വീട്ടി ഓടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഓർക്കാണ് അല്പം സദഖയുടെ സ്വർണം വീട്ടിലുണ്ട്, അതുകൊണ്ട് തന്നെ അത് എന്നെ പിടിച്ചു വെക്കും. എന്താണ് അൻ യഹ്ബിസനി, പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഞാനതിൽ സാവകാശം കാണിച്ചാൽ എൻ്റെ സ്വർഗപ്രവേശനം സാവകാശമായി തീരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ശ്രദ്ധിക്കുക. എന്നാൽ ചില ആളുകളോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ പറഞ്ഞാൽ അവർക്കൊന്ന് ആലോചിക്കണം, പിന്നെ അത് കഴിഞ്ഞ് വേറെ വീട്ടിലൊന്ന് ആലോചിക്കണം, അത് കഴിഞ്ഞ് കൂട്ടുകാരോട് ആലോചിക്കണം, അവസാനം ആ സദഖയുടെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. നന്മയുടെ ഒരു അവസരത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് ആലോചനയാണ്. ദുനിയാവിൻ്റെ കാര്യം അപ്പോൾ തന്നെ കാർഡ് എടുക്കുന്നു, ATM കാർഡ് എടുക്കുന്നു, ആ കാർഡ് എടുക്കുന്നു, ഈ കാർഡ് എടുക്കുന്നു, കണ്ട മാത്രയിൽ ഇഷ്ടപ്പെട്ടു വാങ്ങി ലക്ഷങ്ങൾ വിലമതിക്കുന്നതായിരിക്കും, ഒരു പ്രയാസമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു 10 ദിർഹംസ്, ഒരു 100 ദിർഹംസ് ചെലവഴിക്കാൻ പറഞ്ഞാൽ ഒരുപാട് ആലോചിക്കുകയാണ്. എന്തോ ഭാരമേറിയ ഒരു കാര്യമാണ് ചോദിച്ചത് എന്നതുപോലെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ധൃതി നോക്കൂ നിങ്ങൾ.